അയോധ്യ, വാരണാസി, സോംനാഥ് ഇതൊക്കെ പോലെ തന്നെ പത്തനംതിട്ടയും നമ്മൾ ട്രാൻസ്ഫോം ചെയ്യും. ഇത് നടക്കാൻ പോകുന്ന കാര്യമാണ്. അതുപോലെ അച്ഛനുമായിട്ടും വീട്ടു കുടുംബങ്ങളുമായിട്ടൊക്കെ ഒന്നും സംസാരിച്ചിട്ടില്ല. BJP-യിലേക്ക് എത്തിയിട്ട് അധികം ദിവസങ്ങളാകുന്നില്ല. അപ്പം അതിനു മുമ്പേ തന്നെ ഒരു സ്ഥാനാർത്ഥിത്വം നൽകുന്നു. അതിനെ എങ്ങനെ കാണുന്നു? BJP-യിൽ എത്തിയിട്ട് ഇപ്പോൾ 1 വർഷത്തോളമായി. ഇന്ന് പാർട്ടിയുടെ ഒരു ദേശീയ സെക്രട്ടറിയാണ് ഞാൻ, ദേശീയ വക്താവാണ് ഞാൻ. പക്ഷെ ഞാൻ വളരെ വ്യക്തമായി ഞാൻ എല്ലാവരോടും പറഞ്ഞൊരു കാര്യമാണ്, പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്ന ദിവസം തന്നെ. ഞാൻ ഈ പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്നത് സ്ഥാനമാനങ്ങൾക്കോ അതല്ല ടിക്കറ്റിനൊന്നുമല്ല. ഞാൻ ശ്രീ നരേന്ദ്രമോദിജി എന്നൊരു നേതാവിന് വേണ്ടി പ്രവർത്തിക്കുക. അദ്ദേഹത്തിന് ഭാരതത്തെക്കുറിച്ചുള്ള ഒരു വിഷനുണ്ട്. അതായത് ഷോർട്ട് ടേം വിഷനുണ്ട്, ലോങ് ടേം വിഷനുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ ആ സമയത്തായിരുന്നു നമ്മൾ ബ്രിട്ടനെ മറികടന്ന ലോകത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ സാമ്പത്തിക ശക്തിയായത്. അടുത്ത 3 വർഷത്തിൽ നമ്മൾ ജർമ്മനിയും ജപ്പാനെ മറികടന്ന ലോകത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറും. 20-25 വർഷത്തിനുള്ളിൽ നമ്മളൊരു വികസിത ഭാരതമായി മാറും, ഒരു ഡെവലപ്പ് രാജ്യമാക്കി മാറ്റും. ഇതൊക്കെ മോദിജിയുടെ ഒരു വിഷനാണ്. അതിനുവേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുന്നു. അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് അതൊരു നമ്മുടെ ഒരു ജനറേഷണൽ ഡ്യൂട്ടി ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ ജോയിൻ ചെയ്തതല്ല, മറ്റൊന്നിനുമല്ല. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം പാർട്ടി നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. ഇപ്പം എന്നെ ദേശീയ സെക്രട്ടറി ആക്കിയതും ദേശീയ വക്താവാക്കിയതും അത് കഴിഞ്ഞ് സ്ഥാനാർത്ഥിത്വം എല്ലാം പാർട്ടി നേതൃത്വമാണ്. ഞാൻ തന്നെ ഇന്നാണ് അറിയുന്നത്. അതൊക്കെ പാർട്ടി നേതൃത്വത്തിന്റെ ഒരു തീരുമാനങ്ങളാണ്. പാർട്ടി നേതൃത്വം എന്ത് പറയുന്നു അത് ഞാൻ അനുസരിക്കും. അതിന് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിക്കും. പക്ഷേ ഇവിടെ ഞാൻ വിജയിക്കുമെന്ന് എനിക്ക് വളരെ വിശ്വാസമുണ്ട്. പത്തനംതിട്ടയിലേക്ക് എത്തുമ്പം ഏതൊക്കെ വിഷയങ്ങളായിരിക്കും മുഖ്യമായിട്ട് ഒരു പ്രചാരണ ആയുധമാക്കി കൊണ്ടുവരിക, അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ ഉയർത്തി കാണിക്കേണ്ട കുറച്ച് വിഷയങ്ങളുണ്ടെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഏതൊക്കെ? നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഈ പത്തനംതിട്ടയിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും നമ്മുടെ ഏറ്റവും വലിയ ശക്തി ശ്രീ നരേന്ദ്രമോദിജിയും അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടികളുമാണ്. അദ്ദേഹം രാജ്യത്തിന് കഴിഞ്ഞ 10 വർഷം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹം രാജ്യത്തിന് അടുത്ത 15 വർഷം 20 വർഷം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഇതെല്ലാം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. ഇന്ന് ഭാരതം വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു. ഇന്ത്യ എന്ന രാജ്യം ഇന്ന് ലോകരാജ്യങ്ങളുടെ ഇടയിൽ തന്നെ തലപ്പത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ കേരളത്തിൽ ജനങ്ങൾക്ക് അതിന്റെ ഒരു ഫുൾ ബെനിഫിറ്റ് കിട്ടുന്നില്ല. ഇത് അവിടുത്തെ 20 മണ്ഡലങ്ങളിലും ഇത് പ്രതിഫലിക്കും. കാര്യം മോദിജി എന്ന വ്യക്തിക്ക് ഇന്ന് കേരളത്തിലും ഏറ്റവും ഗുഡ്വില്ലുള്ള രാഷ്ട്രീയ നേതാവ് അദ്ദേഹമാണ്. നമ്മളെല്ലാവരും അവിടെ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ കാൻഡിഡേറ്റ്സ് ആയിട്ടാണ്. അദ്ദേഹത്തിനെ പ്രതിനിധീകരിച്ചാണ് നമ്മളെല്ലാവരും കേരളത്തിൽ നിൽക്കുന്നത്. അത് കാരണം തന്നെ ഭൂരിഭാഗം ജനങ്ങൾ നമുക്ക് വോട്ട് ചെയ്യും. പിന്നെ പത്തനംതിട്ടയിൽ പ്രാദേശികമായ ഓരോ വിഷയങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇപ്പോൾ അയോധ്യ ആയാലും വാരണാസി ആയാലും സോംനാഥ് ആയാലും ഇതെല്ലാം ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറ്റവും വലിയ റിലീജിയസ് കൾച്ചറൽ ടൂറിസ്റ്റ് ഹബ്ബുകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം വാരണാസിയും അയോധ്യയും ഒക്കെ ഇന്ത്യയിൽ നമ്പർ 1 and 2 ആണ്, അതായത് ഈ ടൂറിസ്റ്റ് ഫുട്ഫോൾസ്. പക്ഷേ ശബരിമല ഇതുപോലെ തന്നെ ഹൈന്ദവ വിശ്വാസികളുടെ ഇടയിൽ ഏറ്റവും പവിത്രമായ ഒരു ക്ഷേത്രമാണ്. അതുപോലെ അവർക്ക് ഏറ്റവും പവിത്രമായ ഒരു സ്ഥലമാണ്. പക്ഷെ അവിടെയൊന്നും അടിസ്ഥാന സൗകര്യം പോലും ഒന്നുമില്ല. അതൊക്കെ ഒന്നും നല്ല കാര്യമല്ല. അപ്പം ഇന്ന് ബാക്കി ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ പോലെ തന്നെ അയോധ്യ, വാരണാസി, സോംനാഥ് ഇതൊക്കെ പോലെ തന്നെ പത്തനംതിട്ടയും നമ്മൾ ട്രാൻസ്ഫോം ചെയ്യും. ഇത് നടക്കാൻ പോകുന്ന കാര്യമാണ്. അതുപോലെ കാർഷിക മേഖലയിൽ ഇന്ന് മോദിജി ചെയ്തിട്ടുള്ള പോലെ ഇന്ത്യൻ ചരിത്രത്തിൽ ആരും ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം പ്രധാനമന്ത്രി നമ്മുടെ കിസാൻ യോജനയുടെ ഭാഗമായി കഴിഞ്ഞ 10 വർഷത്തിൽ ഏകദേശം 11 കോടിയോളം കാർഷിക കുടുംബത്തിന് നമ്മൾ ഏകദേശം 3 ലക്ഷം കോടി രൂപയാണ് നമ്മൾ ചെലവാക്കിയിട്ടുള്ളത്. പക്ഷെ പത്തനംതിട്ടയിലൊക്കെ കാർഷിക രംഗത്തുള്ളവരൊക്കെ വളരെ വലിയ പ്രതിസന്ധിയിലാണ്. പക്ഷെ ഇതൊക്കെ മാറണമെങ്കിൽ മോദിജി കൂടുതൽ അവിടെ ഇൻവോൾവ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. ഇത് കാരണം പത്തനംതിട്ടയിൽ പ്രാദേശികമായ വിഷയങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി അവിടെ നിന്ന് ജയിച്ചാൽ മാത്രമേ അവിടുത്തെ ജനങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിക്ക് മാത്രമേ അവിടെ നിന്ന് വിജയിച്ചു കഴിഞ്ഞ് ലോക്സഭയിൽ അവരെ നന്നായി പ്രതിനിധീകരിക്കാൻ സാധിക്കത്തുള്ളൂ, കൂടുതൽ കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇതൊക്കെ കാരണം തന്നെ നമ്മൾ വിജയിക്കും. 2019 വിജയിക്കാനായില്ലെങ്കിലും ശബരിമല വിഷയം BJP-യുടെ വോട്ട് ശതമാനം അവിടെ ഉയർത്തിയിരുന്നു. പക്ഷേ ആ ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടോ? അപ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെയായിരിക്കും ടാക്ടിക്സും സ്ട്രാറ്റജിയൊക്കെ പാർട്ടി നേതൃത്വമൊക്കെ ഇട്ട് ആലോചിച്ച് നമ്മൾ അത് അടുത്ത വരും ദിവസങ്ങൾ കാണാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ശബരിമല ഒരു വിഷയമാണ്. കാര്യം അവിടെയുള്ളവർക്ക് അടിസ്ഥാന സൗകര്യം പോലും ഇന്ന് കൊടുക്കുന്നില്ല. അതുപോലെ അവിടുത്തെ ആ പവിത്രമായ ക്ഷേത്രത്തിൽ അതിന്റെ പവിത്രത കളയാൻ വേണ്ടി ഇടതുപക്ഷ സർക്കാർ ചെയ്തത് എന്താണെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ അതൊരു റീസൺ തന്നെയാണ്. തീർച്ചയായിട്ടും ജനങ്ങളൊന്നും മറക്കത്തില്ല. പക്ഷെ അതോടൊപ്പം തന്നെ വികസനം, ആ കോൺസ്റ്റിറ്റ്യുവൻസി, ആ മണ്ഡലത്തെ ട്രാൻസ്ഫോം ചെയ്ത് ഇന്ത്യ എന്ന ഈ രാജ്യം മുന്നോട്ട് പോകുന്ന അതേ വേഗത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവിടെ BJP സ്ഥാനാർത്ഥി ജയിക്കുന്നു എന്നുള്ളത് അത്യാവശ്യമാണ്.
പി സി ജോർജ് BJP-യിലേക്ക് വന്നത് പത്തനംതിട്ട സീറ്റ് പ്രതീക്ഷിച്ചാണെന്നൊരു സൂചന പോലെ ഇപ്പം ഈ പ്രഖ്യാപനം നടന്നതിന് ശേഷം ചില അതിർത്തികളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങ് കേരളത്തിൽ പുതിയ ആളാണ്, അങ്ങ് ഇനി പരിചയപ്പെടുത്തി ആദ്യം മുതലേ തുടങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ വെള്ളാപ്പള്ളിക്കും അതുപോലെ തന്നെ തുഷാറിന് ഉൾപ്പെടെയുള്ളവർക്ക് തന്റെ സീറ്റ് നിശ്ചയത്തിൽ സന്തോഷമായിരിക്കും എന്നുള്ള പ്രസ്താവനകളൊക്കെ ഇപ്പോൾ പി സി ജോർജ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെങ്ങനെ? ഞാൻ ആദ്യമായിട്ട് ആ പ്രസ്ഥാനങ്ങളൊന്നും കേട്ടില്ല. കാര്യം പിന്നെ അദ്ദേഹം പാർട്ടി ജോയിൻ ചെയ്ത ദിവസം തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇന്നും ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു ഇങ്ങനെ ഡിസിഷൻ വന്നു കഴിഞ്ഞിട്ട്. അദ്ദേഹം എനിക്ക് ഒരുപാട് നാളായി അറിയാവുന്ന നല്ല പ്രഗത്ഭനായ ഒരു നേതാവാണ്. 7 പ്രാവശ്യം അദ്ദേഹം MLA ആയിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും ബോൾഡും പ്രഗത്ഭനായ നേതാക്കളിലൊന്നാണ്. അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി, പാർട്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി, പത്തനംതിട്ട മാത്രമല്ല കേരളത്തിൽ പല മണ്ഡലങ്ങളിലും അദ്ദേഹം പ്രവർത്തിക്കും. അവിടുത്തെ സ്ഥാനാർത്ഥികൾ വിജയിക്കാൻ അദ്ദേഹം എല്ലാം ചെയ്യുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, പാർട്ടി നേതൃത്വത്തോടും പറഞ്ഞിട്ടുണ്ട്. ഈ ഡിസിഷൻ എടുത്ത പാർട്ടി നേതൃത്വമാണ്, അല്ല ഞാനെടുത്ത ഡിസിഷനോ ശ്രീ ജോർജ് എടുത്ത ഡിസിഷനോ അല്ല. ഇതൊക്കെ പാർട്ടി നേതൃത്വം എടുത്ത ഡിസിഷനാണ്. പക്ഷേ ഡിസിഷൻ എന്തായാലും അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകർ എന്നുള്ള രീതിയിൽ ഞാനും ശ്രീ ജോർജും എല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിക്കും. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്നത് അനിൽ ആന്റണിക്ക് വേണ്ടിയല്ല, ഞാൻ ശ്രീ നരേന്ദ്രമോദിജിയെ പ്രതിനിധീകരിച്ചാണ് ഞാൻ അവിടെ മത്സരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇന്ത്യയിൽ അഖിലേന്ത്യാ തലത്തിലൊരു ചരിത്ര വിജയം നമുക്ക് ലഭിക്കുമ്പോൾ കേരളത്തിലും ശ്രീ മോദിജിക്ക് വേണ്ടി നിരവധി സീറ്റുകൾ ലഭിക്കും. അതിൽ ഒന്നായി എന്റെ സീറ്റും ഉണ്ടായിരിക്കും. പക്ഷേ ഇതെല്ലാം നമുക്ക് വേണ്ടിയല്ല, ഇതെല്ലാം ശ്രീ മോദിജിയും അദ്ദേഹത്തിന് ഭാരതത്തെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ വിഷന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്ന നമ്മുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ ഇതൊന്നും നമുക്ക് വേണ്ടി ചെയ്യുന്നതല്ല. എന്നായിരിക്കും പത്തനംതിട്ടയിലേക്ക് എത്തുന്നത്? അടുത്ത 1-2 ദിവസത്തിനുള്ളിൽ തന്നെ എത്തും. അച്ഛനുമായിട്ടും വീട്ടു കുടുംബങ്ങളുമായിട്ടൊക്കെ സംസാരിച്ചിട്ടില്ല. എന്തായാലും പത്തനംതിട്ടയിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് അനിൽ ആന്റണി മീഡിയയോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം അരവിന്ദ് PR.